ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ ഇത് മാരുതി സുസുക്കി സെൻ കാർബൈഡർ മോഡൽ വണ്ടിയാണ്. അപ്പോൾ ഇത് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ഇത് കുറെ നാൾ നിർത്തിയിട്ടിരുന്ന വണ്ടിയാണ്. പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ സ്റ്റാർട്ട് ആവുന്നില്ല. ക്രാങ്ക് ആവുന്നുണ്ട്, പക്ഷെ സ്റ്റാർട്ട് ആവുന്നില്ല. അതാണ് ഈ വണ്ടിയുടെ കംപ്ലൈന്റ്. അപ്പോൾ ഇതിനകത്ത് മോട്ടോർ വർക്ക് ചെയ്യുന്ന, അതായത് പമ്പ് ടാങ്കിൽ പമ്പ് വർക്ക് ചെയ്യുന്ന ഒരു ഫീല് കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ ഇതിന്റെ കറണ്ടും കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മളിപ്പോ ഇതിന്റെ ബാക്കിലെ സീറ്റ് ഒന്ന് പൊക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ടെസ്റ്റ് ലാമ്പ് ഇതിന്റെ പമ്പിലോട്ട് പോകുന്ന പോസിറ്റീവ് വയറിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ എർത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ടെസ്റ്റ് ലാമ്പിന്റെ ഒരു വയർ. അപ്പൊ ചാവി ഓൺ ആക്കുമ്പോൾ ഒരു 3 സെക്കൻഡ് 4 സെക്കൻഡ് കറണ്ട് വന്നിട്ട് പമ്പിലോട്ട് കറണ്ട് വന്നിട്ട് റിലേ കട്ട് ഓഫ് ചെയ്ത് കൊടുക്കും. അതായത് 5 സെക്കൻഡ് മാക്സിമം ഒരു 3-4 സെക്കൻഡ് കറണ്ട് വരും. അത് കഴിഞ്ഞിട്ട് ഓഫ് ആവണം. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. ചാവി ഒന്ന് ഓണാക്കി. ചാവി ഓൺ ആക്കുമ്പോൾ ഇതിന്റെ പോസിറ്റീവ് ലൈനിൽ കറണ്ട് വരുന്നുണ്ട്, കട്ട് ഓഫ് ആവുന്നുണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ ഇവിടെയാണ് ഇത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ മറു വേണ്ടി കൊടുക്കും. കാരണം ആരും ഇവിടുന്ന് ഒരു ഡയറക്റ്റ് ലൈൻ എടുത്തിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മീൻസ് ഈ സോക്കറ്റ് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ ഇതിന്റെ ആ ടാങ്കിലോട്ട് പോകുന്ന ആ ഭാഗത്ത് സോക്കറ്റിന്റെ മറു അറ്റത്ത് നമുക്കൊന്ന് കൊടുത്തിട്ട് വർക്കാവുന്നുണ്ടോ നോക്കാം. നമ്മളിപ്പോ ഇതിന്റെ മറു അറ്റത്ത് ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് പോസിറ്റീവ് ലൈനിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വർക്കാവുന്നുണ്ടോ നോക്കാം. ചാവി ഒന്ന് ഓണാക്കി. ചാവി ഓണാക്കുമ്പോൾ ലൈറ്റ് കത്തുന്നുണ്ട്, കട്ട് ഓഫ് ആവുന്നുണ്ട്. മീൻസ് ആ ഭാഗങ്ങൾ ക്ലിയർ ആണ്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ടാങ്ക് ഒന്ന് അഴിച്ചു നോക്കാം. പമ്പ് എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് നോക്കാം. നമ്മളിപ്പോ ഇതിന്റെ ടാങ്ക് അഴിച്ച് വെളിയിൽ വെച്ചിട്ടുണ്ട്. ഇതിന്റെ പമ്പ് നമ്മൾ ഊരിയിട്ടുണ്ട്. നമുക്ക് പമ്പിന്റെ അവസ്ഥ നോക്കാം. ഇതാണ് ഇതിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഫുള്ള്, അതായത് എടുക്കാതെ ഇട്ടിരിക്കുമ്പോൾ പെട്രോൾ ഫുള്ള് കളർ വ്യത്യാസമായി. ഇതിനകത്തോട്ട് നോക്കിയാൽ ഏതാണ്ട് കരിയോയിൽ പോലാണ് ഇതിന്റെ ടാങ്ക് കിടക്കുന്നത്. മൊത്തവും തുരുമ്പ് പിടിച്ച് ഒരു അവസ്ഥയിലാണ് ഇത് കിടക്കുന്നത്. ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ പമ്പ് ഫുള്ള് ദ്രവിച്ചു പോയ ഒരു അവസ്ഥയിലാണ് ഇത് നിൽക്കുന്നത്. ഈ അവസ്ഥയിൽ നമുക്ക് പമ്പ് മാത്രം മാറിവിടാനായിട്ട് സാധിക്കില്ല. ഓൾറെഡി ഇത് അഴിച്ചിട്ട് ഇവിടെയൊക്കെ വയറൊക്കെ ജോയിൻ ചെയ്ത പാടും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരിക്കലും പമ്പിന് ജോയിൻ ചെയ്യരുത്. കാരണം ഇവിടെ സ്പാർക്ക് ആയി കഴിഞ്ഞാൽ വലിയൊരു അപകടത്തിലേക്കൊക്കെ ഇത് നയിക്കും. കാരണം ഈ പമ്പിന്റെ ഈ വരുന്ന വയർ നമ്മൾ ഇവിടെ ഇങ്ങനെ സോൾഡർ ചെയ്ത് വെക്കരുത്. കാരണം വർക്കാവുന്ന സമയത്ത് ഇവിടെ സ്പാർക്ക് ആവും. സ്പാർക്ക് ആയാൽ വണ്ടി കത്തിപ്പിടിക്കാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ്. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരിക്കലും ചെയ്ത് വെക്കരുത്. ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സ്പാർക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ പമ്പിന്റെ അവസ്ഥ നമ്മൾ ഇതിന്റെ ഫിൽറ്ററും കാര്യങ്ങളും എല്ലാം ഫുള്ള് ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ ടാങ്ക് നമുക്ക് മാറേണ്ടി വരും. കാരണം ഈ ടാങ്കിനകത്ത് ഫുള്ള് അഴുക്കാണ് നിൽക്കുന്നത്. ഈ പെട്രോൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. ഇതിനകത്തോട്ട് നോക്കിയാൽ കലങ്ങി തിരിഞ്ഞ പെട്രോളാണ്. അതായത് പെട്രോളിന്റെ ഒരു കളർ പോലും ഇല്ല. പെട്രോൾ ഫുള്ള് ആ ഒരു കെമിക്കൽ റിയാക്ഷൻ വന്നിട്ട് ടാങ്ക് ഫുള്ള് ദ്രവിച്ചും പോയിട്ടുണ്ട്. അതുപോലെ തന്നെ പെട്രോളിന്റെ കളർ മൊത്തത്തിൽ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതിന്റെ അസംബ്ലി യൂണിറ്റ് നമുക്ക് മാറണം. അതുപോലെ തന്നെ ഈ ടാങ്ക് നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. കുറെ കാലം നിർത്തിയിട്ടേക്കുന്ന വണ്ടികൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഈ പെട്രോള് ഇതുപോലെ കെമിക്കൽ റിയാക്ഷൻ വന്നിട്ട് പെട്രോൾ കുറേ ഏകദേശം 1 വർഷത്തോളം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെന്നാണ് പറഞ്ഞത്. വണ്ടി സ്റ്റാർട്ടാക്കി നോക്കിയപ്പോൾ ക്രാങ്ക് ആവുന്നുണ്ട്, പക്ഷേ വണ്ടി സ്റ്റാർട്ട് ആവുന്നത് മീൻസ് ഇതിന്റെ പമ്പ് വർക്ക് ആവാത്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇത് പമ്പ് ഈവൻ വർക്കായാൽ പോലും വണ്ടി സ്റ്റാർട്ട് ആവില്ല. ഈ പെട്രോളിന്റെ ആ കളർ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പെട്രോൾ ഫയർ ചെയ്ത് കൊടുക്കത്തില്ല. അതായത് ഇതുപോലെ വലിയ ഒരു വല്ലാത്ത സ്മെല്ലാണ് ഈ പെട്രോളിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ടാങ്ക് മാറണം. അതുപോലെ തന്നെ ഇതിന്റെ പമ്പ് അസംബ്ലി യൂണിറ്റ് എല്ലാം നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ കാണിച്ച ഈ ഒരു വയറ് അവര് നേരത്തെ പമ്പ് അഴിക്കോ എവിടെയോ ലൈൻ എന്തോ പ്രശ്നം ഉണ്ടായിട്ട് ആയിരിക്കണം. കാരണം മിക്കവാറും ഇവിടെ തുരുമ്പെല്ലാം പിടിച്ചിട്ട് ചിലപ്പോൾ ഇവിടെ കറണ്ട് വരാതിരുന്നിട്ട് ഇവര് ഇതുപോലെ വേറൊരു വയറ് കണക്ട് ചെയ്ത് കൊടുത്തായിരിക്കണം. പക്ഷെ ഇങ്ങനെ കൊടുക്കാനായിട്ട് പാടില്ല. ടാങ്കിനുള്ളിൽ ഒരിക്കലും ഇങ്ങനെ കൊടുക്കരുത്. സ്പാർക്ക് ആയി കഴിഞ്ഞാൽ വണ്ടി കത്തിപ്പിടിക്കാനുള്ള ചാൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ആ ഒരു പ്രത്യേകം കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ ഇതിനകത്ത് നമുക്ക് പമ്പ് യൂണിറ്റ് അതുപോലെ തന്നെ ടാങ്കും കാര്യങ്ങളെല്ലാം ഇത് ക്ലീൻ ചെയ്താലും നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കില്ല. ഫുള്ള് തുരുമ്പ് പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ മാരുതി സുസുക്കി സെൻ കാർബറേറ്റർ വണ്ടി സ്റ്റാർട്ട് ആവാത്ത കമ്പനിയെ കുറിച്ച് നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.